ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡ് അല്ല, മറിച്ച് നമ്മുടെ കമ്പ്യൂട്ടറിൽ ലാപ്ടോപ്പ് ആവട്ടെ ഡെസ്ക്ടോപ്പ് ആവട്ടെ അതിൽ ഇതുപോലെ നിങ്ങളുടെ ഫോൾഡറുകൾ എങ്ങനെ നമുക്ക് മനോഹരമാക്കാം എന്നതിനെ കുറിച്ചാണ്. നമുക്ക് കളർ കൊടുത്ത് എങ്ങനെ മനോഹരമാക്കാം എന്നതിനെ കുറിച്ചാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കാം, എൻ്റെ ഫോൾഡറുകളെല്ലാം പല വ്യത്യസ്ത കളറുകളായിട്ട്. ഇതൊരു പക്ഷേ ഒരുപാട് ആളുകൾക്ക് അറിയുന്നവരുണ്ടാകാം, പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട്, ഒരാൾക്ക് അറിയാത്ത ഒരാളുണ്ടെങ്കിൽ അവർക്ക് ഉപകാരമാകുമെന്ന് കരുതിയിട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ആപ്ലിക്കേഷനാണ് ഫോൾഡർ കളറൈസ്ഡ് എന്നൊരു ആപ്ലിക്കേഷനാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോക്ക് മുകളിൽ കൊടുക്കുന്നുണ്ട്, അതിൽ നിന്നും നിങ്ങൾ ഡൗൺലോഡ് ചെയ്യൂ. അപ്പോൾ ഇത് എങ്ങനെയാണ് നോക്കാം. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ചെയ്യുക ഇങ്ങനെയാണ്. നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ നിങ്ങൾ ഈ എക്സ്പ്രസ് ഒഴിവാക്കിയിട്ട് കസ്റ്റം കൊടുക്കുക. കാരണം ഇതിനോട് കൂടെ വേറെ സോഫ്റ്റ്വെയറുകൾ അവർ ആഡ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കസ്റ്റം എന്നത് കൊടുക്കുക, അഡ്വാൻസ് എന്നുള്ളത് കൊടുക്കുക. ഇതിൽ ഈ ഇൻസ്റ്റാൾ ബൈദു ഹലോ എന്നുള്ളത് ടിക്ക് ഒഴിവാക്കുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെയും നിങ്ങൾ അഡ്വാൻസിൽ തന്നെ പോവുക. ഇത് ഒഴിവാക്കുക, ടിക്ക് മാർക്ക് ഒഴിവാക്കുക, നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെയും നിങ്ങൾ അതുപോലെ ചെയ്യുക, ഇത് ഒഴിവാക്കുക. നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് സോഫ്റ്റ്വെയറുകൾ ഇതിൽ എക്സ്ട്രാ അവർ ആഡ് ചെയ്യുന്നതാണ്, അതെല്ലാം നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് അതെല്ലാം നമുക്ക് ഒഴിവാക്കാം. ഇനി ഇൻസ്റ്റാൾ നമുക്ക് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. ഞാനിത് ആദ്യമേ ചെയ്തത് കൊണ്ടാണ് ഞാനിതിൽ ആദ്യമേ ചെയ്തത് കൊണ്ട് ഇനി വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം എങ്ങനെയാണ് ഫോൾഡർ നിങ്ങൾ കളർ കൊടുക്കുക എന്ന് നോക്കാം. ഒരു ന്യൂ ഫോൾഡർ നമ്മൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഉള്ള ഫോൾഡറിന് കൊടുക്കാവുന്നതാണ്. ന്യൂ ഫോൾഡർ എടുത്തു. അതിനുശേഷം അതിൻ്റെ റൈറ്റ് ബട്ടൺ, മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇങ്ങനെ കളറൈസ് എന്നൊരു സംഗതി. നിങ്ങൾക്ക് യെല്ലോ വേണമെങ്കിൽ യെല്ലോ ആക്കി കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ കളർ മാറിയത്. ഇനി വേറെ കളറാണെങ്കിൽ വേറെ കളർ. ഇതിൽ ഒരുപാട് കളറുണ്ട്. ഈ കളറൊന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും താഴെ കാണാം കളേഴ്സ് എന്ന് കാണുന്നു, അതിൽ ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാക്കാവുന്നതാണ്. ഇഷ്ടമുള്ള കളറുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ അതിൻ്റെ കളറുകൾ മാറ്റി കൊടുക്കാവുന്നതാണ്. ഓക്കെ, ആഡ് കളർ ചെയ്യുക. ഇതിനുശേഷം നിങ്ങൾക്കത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കാണാം പുതിയൊരു കളർ നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ ഓക്കെ, ഇങ്ങനെ കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഒരു വെറൈറ്റി ആയിട്ട് നമ്മളെ ഫോൾഡറുകൾ ഉണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടവർ നിങ്ങളുടെ കൂട്ടുകാർക്കും മറ്റു കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. എൻ്റെ പേജ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചെയ്യാത്തവർ അത് ചെയ്യുക. അപ്പോൾ ഓക്കെ.